ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിന്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഡെസിമൽ ഫോംസ്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ നമുക്ക് കുറച്ചുകൂടെ തീരാനുണ്ട്. അപ്പം ഇന്ന് എന്നെ ഒരു കുട്ടി കണ്ടപ്പോൾ പറഞ്ഞു, സ്കൂളിൽ ദശാംശ രൂപങ്ങൾ എടുത്തു തുടങ്ങിയ ടീച്ചറെ ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നിടണേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ ഒരു പാർട്ട് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചത്. നമ്മുടെ എക്സാമിന് ഡെസിമൽ ഫോം വരെ ഉണ്ട് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഞാൻ ഇതിട്ടിട്ട് നമ്മുടെ ഇതിന്റെ തൊട്ട് മുമ്പുള്ള പാർട്ടായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ എത്ര സ്പീഡിൽ പോകുന്നോ നിങ്ങൾ നോക്കണ്ട, മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക കേട്ടോ. സ്കൂളിലെ പോർഷൻ നമുക്ക് പെട്ടെന്ന് തീരാന്നുണ്ട്, ചിലപ്പോൾ സ്പീഡിലായിരിക്കും പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ വന്നിട്ട് സമാധാനത്തെ, സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ പോലും തികച്ച് മാത്സിന് കിട്ടത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ അവരുള്ള സമയം വെച്ചിട്ട് സ്പീഡിലായിരിക്കും അവർ പോകുന്നത്. പക്ഷെ നമുക്ക് വീട്ടിൽ വന്നിരുന്ന് നമുക്ക് സമയമില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക കേട്ടോ. ഓരോന്നും എടുത്തിട്ട് സമാധാനത്തെ ഇരുന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ഡെസിമൽ ഫോംസ് എന്ന് വെച്ചാൽ ദശാംശ രൂപങ്ങളാണ്. 6ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, 7ാം ക്ലാസ്സിലുണ്ട്, 8ാം ക്ലാസ്സിലുണ്ട്. എന്തോ നിങ്ങൾ ഈ ഡെസിമൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഞാൻ പറയട്ടെ, ദശാംശ രൂപം അല്ലേ, ദശാംശ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം 4.5 അല്ലേ 4 ദശാംശം ഈ കുത്തിടുക അല്ലേ, 4 പോയിൻ്റ് എന്ന് പറയുന്ന 4.5 എന്ന് പറയാം അല്ലെ, 4.5 പൊഴിക്ക് വേണ്ടി ഞാനങ്ങ് പറയാം. അപ്പം നോക്കണേ, ഇപ്പം ഈ 4.5 നമ്മൾ മൊത്തത്തിൽ അങ്ങ് എഴുതുക. എന്താ 45 45 എന്നങ്ങ് എഴുതുക കേട്ടോ. മനസ്സിലാക്കണേ, 4.5 എന്നുള്ളതിനെ 45 എന്ന് എഴുതുക. ബൈ എന്ത് ചെയ്യുക, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ടാണ് എത്ര സംഖ്യ ഉണ്ട്, ഇവിടെ ഒരു സംഖ്യയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു 0 വരുന്നത് 10 കേട്ടോ. അപ്പോൾ എന്താ 45/10. ഇതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റുമ്പോൾ ഇനി ഇതിനെ വേറെ രൂപത്തിലും എഴുതാം. എങ്ങനെയാണെന്നറിയോ, 4/5/10 എന്ന് എഴുതുന്നാലും ശരിയാ കേട്ടോ. 4/5/10 എന്ന് എഴുതിയാലും ശരിയാ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചോദ്യം. എന്താണ്, ഫ്രാക്ഷനെ ഫസ്റ്റ് പേജിനകത്ത് ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റാനാണ്. എന്നാലും ഞാൻ എന്താ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇപ്പം നോക്കിയേ, 12.45 എന്ന് പറയാം, 12.45 എന്ന് പറയാം. ഒന്ന് അറിയണേ നിങ്ങളെ. അതിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റാൻ ഒന്നും നോക്കണ്ട. നിങ്ങൾ തന്നിരിക്കുന്ന സംഖ്യ അതുപോലെ ഇപ്പം എന്താ 12.45 ഇപ്പം മനസ്സിലായോ. തന്നിരിക്കുന്ന സംഖ്യയെ പോയിന്റ് ഇല്ലാതെ അതുപോലെ എഴുതുക. ബൈ എന്തെഴുതുക, പോയിന്റ് കഴിഞ്ഞിട്ട് നോക്കി എത്ര എണ്ണം ഉണ്ട്, 1 2 പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 0 വരുന്നത് എന്തിനാ, 100-നാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ഡെസിമൽ, ഇത് ഫ്രാക്ഷൻ കേട്ടോ. ദശാംശ രൂപവും ഭിന്നസംഖ്യയിലും എഴുതുന്നത് എങ്ങനെയാണ്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്താ 12 എന്നുള്ളതിനെ ലെഫ്റ്റിൽ എഴുതുക കേട്ടോ. 45 എന്നുള്ളതിനെ മേളിൽ കൊടുക്കുക. ഈ 45 എന്ന് പറഞ്ഞ് 2 എണ്ണം ആയതുകൊണ്ട് 2 0 വരുന്നത് 100. ഇങ്ങനെ എഴുതിയാലും ശരിയാ കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നതും ശരിയാണ്, ഇങ്ങനെ എഴുതുന്നതും ശരി. ഇത് മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലേ, മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി ഞാൻ പറയാം. ഇപ്പോൾ 6.47 എന്ന് തരികയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ 647 കണ്ടോ. ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം അല്ലേ. പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം. അപ്പോൾ 2 0 വരുന്നത് എന്തിനാ, 100-ന്. ഇത്രയേ ഉള്ളൂ, ഇത്ര എഴുതുക എന്നുള്ളതാണ്. ഡൗട്ടൊന്നുമില്ലേ? ഇനി നമ്മുടെ ടെസ്റ്റ് ഒന്ന് നോക്കി നിങ്ങളെ. ആണ്ട് ടെസ്റ്റിൽ ചില ഭിന്നസംഖ്യകളുടെയും ദശാംശ രൂപങ്ങൾ 7ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സി ദ ഡെസിമൽ ഫോം ഓഫ് സം ഫ്രാക്ഷൻസ്. നോക്കിയേ, അതിൽ നമുക്കെന്താ ഭിന്നവും ദശാംശവും എന്ന് പറയുന്ന പാഠം നമ്മുടെ ലിങ്കിൽ കിടപ്പുണ്ട് കേട്ടോ. കാരണം ഇത് കഴിഞ്ഞ വർഷം നിങ്ങൾക്കുണ്ടായിരുന്നു, 7ാം ക്ലാസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ എങ്ങനെ ചെയ്യുമെന്നാണ് ഇതിനെല്ലാം. അതായത് ഇതിനെ നേരെ തിരിച്ച് ഭിന്നസംഖ്യയെ ഡെസിമലിലോട്ട് മാറ്റുക. ഇവിടെ നോക്കൂ നിങ്ങളെ, നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നത് 3 ആണ്. 3/10 ആണ്. എന്താണ് 3/10. ഒന്നും പേടിക്കണ്ട, ഏറ്റവും എളുപ്പമുള്ള നിങ്ങളുടെ എന്താ ഇത്രയും ഈ 10 ചാപ്റ്റർ പഠിപ്പിച്ചതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങളെ ഈ ഡെസിമൽ ഫോം കേട്ടോ. ദശാംശം എന്ന് വെച്ചാൽ നമുക്ക് എന്താ ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കാം. നോക്കിക്കേ, 3/10 ആണ് അല്ലേ, 3/10. അപ്പം നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയെ അതുപോലെ തന്നെ അങ്ങ് എഴുതുക. 3 ആണ് മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയെ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. എത്ര 0 ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിയേ, ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട്, അതാണ് തെറ്റുന്നത് എല്ലാവർക്കും, ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ആൻസർ. നമ്മൾ ഏതെങ്കിലും ആൻസർ നോക്കുമ്പോഴേ പോയിന്റിൽ തുടങ്ങി നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. പോയിന്റ് എന്നും പറഞ്ഞ് ഒരിക്കലും തുടങ്ങത്തില്ല. അതിന് മുന്നേ ഒരു 0 ഇട്ടേരെ കേട്ടോ. 0 ഇട്ടേരെ.
മനസ്സിലാക്കണേ. നമ്മുടെ ആൻസർ എന്താണ്? ഇവിടെ ഒരു പൂജ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ടാണ്. ഈ ആരോ മാർക്ക് ഓർത്തോണം. ഈ ആരോ മാർക്ക് ഇട്ട് വെക്കല്ലേ അറിയാൻ വേണ്ടിയാണ് ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക എന്നുള്ളത്. മനസ്സിലാക്കണേ. അടുത്ത നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? ഇപ്പോൾ 29/100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, 29 നമ്മൾ അതുപോലെ അങ്ങ് എഴുതണം. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അംശവും ഛേദവും വരയ്ക്ക് മുകളിൽ തരുന്നതിനെ ന്യൂമറേറ്റർ എന്നും വരയ്ക്ക് താഴെ തരുന്നതിനെ ഡിനോമിനേറ്റർ എന്നുമാണ് പറയുന്നത് കേട്ടോ. വരയ്ക്ക് മുകളിൽ എഴുതിയേക്കുന്നതിനെ ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ എഴുതുന്നതിനെ ഡിനോമിനേറ്ററും. അതായത് അംശവും ഛേദവും കേട്ടോ. വരയ്ക്ക് മുകളിൽ തരുന്നത് അംശവും വരയ്ക്ക് താഴെ തരുന്നത് ഛേദവും. അതായത് വരയ്ക്ക് മുകളിൽ തരുന്നത് ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ തരുന്നത് ഡിനോമിനേറ്ററുമാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? അംശം അല്ലെങ്കിൽ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക. ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടി മുകളിലും താഴെയെന്നും പറയുമ്പോൾ അപ്പം നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം മുകളിൽ തന്ന് നോക്കിയാൽ 29 അതുപോലെ എഴുതി അല്ലേ. 29/100 എന്നായിരുന്നു. ഞാനതൊന്നുകൂടെ ഒന്ന് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഈക്വൽ ഈ 29 നമ്മൾ അതുപോലെ തന്നെ എഴുതി വെക്കുക. തന്നിരിക്കുന്ന 29 ഇത് 2 വട്ടം എഴുതി പോയിട്ടോ. ഞാൻ ആൻസർ എഴുതാമെന്ന് വെച്ച് വന്ന് 29 അതുപോലെ എഴുതുക. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ 2 0 എങ്ങോട്ട് മാറ്റിയാ? ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിയിടണം. പിന്നെ നമ്മൾ പറഞ്ഞു പോയിന്റിൽ തുടങ്ങത്തില്ല. അതങ്ങ് നല്ലപോലെ മനസ്സിലാക്കണം. പോയിന്റിൽ ഒന്നും തുടങ്ങത്തില്ല. 0 ഇട്ട് കൊടുക്കണം കേട്ടോ. 0.29. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഒരെണ്ണം കൂടെ നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് തന്നെ നമ്മളങ്ങ് ചെയ്യുകയാണ്. 347/1000 347/1000 347/1000. നോക്കിക്കേ, മുകളിൽ തന്നിരിക്കുന്ന അതായത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം അതുപോലെ എഴുതി വെക്കുക. 347 അതുപോലെ എഴുതി വെച്ചു. എത്ര 0 ഉണ്ട് കുഞ്ഞുങ്ങളെ? 3 0. അപ്പം 3 സ്ഥാനം 1 2 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടാൽ മതി. 3 സ്ഥാനം ലെഫ്റ്റാണ്. നിങ്ങൾ ആരോ മാർക്ക് മറക്കല്ലേ. അങ്ങോട്ട് ആരും എണ്ണി നോക്കരുത്. എപ്പോഴും ഇടത്തോട്ട്, നമ്മുടെ ഇടത്ത് ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ട് വേണം പോകാൻ കേട്ടോ. ലെഫ്റ്റിലോട്ട് നോക്കണം. എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റി കുത്തിയിടണം. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിനകത്തിൽ? വേണേ ഒരെണ്ണം കൂടെ പറയാം. ഇപ്പം 468/10 ഞാൻ തരുമോ? നോക്കൂ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ തന്നെന്ന് വെച്ചോ. അപ്പം നോക്കിക്കേ, മുകളിൽ തന്നിരിക്കുന്ന സംഖ്യ 4 6 8 അല്ലേ. എവിടെയാ കുത്തിടുന്നതെന്ന് നമുക്കറിയത്തില്ല അല്ലേ. എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 അപ്പോൾ ഒരു സ്ഥാനം നമ്മൾ ഈ ഒരു ആരോ മാർക്ക് ഇനി 8 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം അറിയാൻ വയ്യാത്തവർ ഇട്ട് വെച്ചാൽ മതി. അറിയാവുന്നവർ ഇടല്ലേ. ലെഫ്റ്റിലോട്ട് എത്ര? ഒരു 0 ആയപ്പോൾ ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ട്. പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ 468/100 വെച്ചോ. 100. അപ്പോൾ നോക്കിയേ, മുകളിൽ തന്ന സംഖ്യയെ അതുപോലെ എഴുതി. 2 0 2 0 ആയപ്പം 2 സ്ഥാനം ഇവിടെ ഒരു 0 ആയപ്പം ഒരു സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു, ഇടത്തോട്ട് മാറ്റി കുത്തിട്ടു. ഇവിടെ 2 0 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിട്ടു. അങ്ങനെയാണെങ്കിൽ 468 468/1000 ആണെങ്കിലോ 1000 മുകളിൽ എന്തോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ മുകളിൽ തന്ന അതായത് അംശം ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതി വെക്കും. അതിനിപ്പം 10, 100, 1000, 10000 എത്രയോ ആയിക്കോട്ടെ, ആ ന്യൂമറേറ്റർ അല്ലേ അംശത്തിനെ അതുപോലെ എഴുതുക. താഴെ എത്ര 0 ഉണ്ടോ നോക്കുക. 3 0 ആണെങ്കിൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. 2 0 ആണെങ്കിൽ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റുക. 3 0 ആണെങ്കിൽ 3 സ്ഥാനം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടുക. ഇവിടെ ഒക്കെ പോയിന്റിലാണ് തുടങ്ങിയത്. ഇവിടെ പോയിന്റിലായിരുന്നോ? അല്ല, ഇപ്പുറത്ത് 6 ഉണ്ടായിരുന്നു, 4 അല്ലേ. ഇവിടെ നോക്കിക്കേ, പോയിന്റ് ആണോ? അല്ല, ഇപ്പുറത്തൊരു 4 ഉണ്ട്. ഇവിടെ നോക്കിയേ, പോയിന്റിൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. പോയിന്റിൽ ആണ് തുടങ്ങുന്നതെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ ആണോ? എൻ്റെ രണ്ടും കൂടെ പറയാം. ഇനി അതിൻ്റെ ഡൗട്ട് അങ്ങ് മാറട്ടെ. ഇപ്പോൾ 2968/10 കേട്ടോ. എന്താ ചെയ്യുക? ന്യൂമറേറ്ററിനെ അതുപോലെ 2968 അതുപോലെ എഴുതി വെച്ചു. ഒരു 0 ആയി ഞങ്ങളെ. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു. ഇത്രയേ ഉള്ളൂ. ഒരു 0 ആയതുകൊണ്ട് എങ്ങോട്ടാണ്? ഇവിടുന്ന് അങ്ങോട്ടല്ലേ അത് എടുത്തെടുത്ത് ഞാൻ പറയുക. ഇവിടുന്ന് അങ്ങോട്ടല്ല എടുക്കേണ്ടത്, അവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. അതാണ് തെറ്റുന്നത് എല്ലാവർക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത് 2968/100 നമ്മൾ ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതുക കേട്ടോ. എത്ര 0 ആയ? 2 0. അപ്പോൾ 2 സ്ഥാനം ലെഫ്റ്റിലോട്ട്. 1 2. ഇവിടുന്ന് അങ്ങോട്ടല്ല, അവിടുന്ന് ഇങ്ങോട്ടാണ് കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 96 ഓക്കെ 96/1000 എന്ന് തന്നെന്ന് വെച്ചോ. അങ്ങനെ ഒരു ഡൗട്ടും വരത്തില്ലേ അല്ലേ?
എന്താ കുഞ്ഞുങ്ങളെ 96/1000 നോക്കണേ, ഇതൊരു വെറൈറ്റി ആട്ടോ. 96/1000 നമുക്കിവിടെ 96 അതായത് ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതി, ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിനെ നമ്മൾ അതുപോലെ എഴുതി. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ നമ്മൾ 3 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 3 സ്ഥാനം മാറ്റി വേണം കുത്തിടാൻ. ഇവിടെ ഓക്കെ 1 2 3 ഉണ്ടോ? 3 സ്ഥാനം ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു 0 ഇട്ട് കൊടുത്തേ. അപ്പോൾ എത്രയായി? 1 2 3 3 സ്ഥാനം മാറ്റിയിട്ടേ കുത്തിടാവൂ. കാരണം എന്താ? നമുക്കിവിടെ 3 0 കിടക്കുന്നത്, അതുകൊണ്ട് 3 സ്ഥാനം മാറ്റി കുത്തിടണം. പോയിന്റിൽ തുടങ്ങത്തില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് 0 ഇട്ടു. ഇപ്പം മനസ്സിലായോ? ഇപ്പം ഞാൻ അവരോട് പറയുന്നില്ല 6/10,000 എന്ന് വെച്ചു, ഒട്ടും കുറയ്ക്കണ്ട. 6/10,000 നമ്മൾ എന്ത് ചെയ്തുക? മുകളിൽ തന്ന ന്യൂമറേറ്ററിനെ അതുപോലെ എഴുതി. കണ്ടോ? എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 1 2 3 4 4 0 ആയതുകൊണ്ട് 4 സ്ഥാനം മാറ്റി കുത്തിടണം. നമുക്കിവിടെ 1 ഉള്ളൂ, 4 സ്ഥാനം മാറ്റി കുത്തിടേണ്ടത്. ഇവിടെ നോക്കിയേ 6 മാത്രമേ ഉള്ളൂ. അപ്പം 4 എണ്ണം വേണ്ടേ? അപ്പം ഇത് 1, അപ്പം ഇത് 2, ഇത് 3, ഇത് 4 എണ്ണം ആയില്ലേ? 4 എണ്ണം ലെഫ്റ്റിലോട്ട് മാറ്റി കുത്തിടാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 4 എന്ന് വെച്ചാൽ 4 0 10,000 ആണ്. അപ്പം 4 സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. 6, അപ്പോൾ 1 2 3 4 കണ്ടോ? 4 എണ്ണം മാറ്റി കുത്തിട്ടു. എല്ലാവർക്കും ഡൗട്ട് വരും, എന്തിനാ ഈ 0 ഇട്ട് കൊടുക്കുന്നതെന്നല്ലേ? ഈ 0 അതായത് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, 0.6 0.08 പോയിന്റ് അങ്ങനെയല്ല, 0.08 0 പോയിന്റ് കേട്ടോ. പോയിന്റ് എന്ന് വെച്ച് തുടങ്ങത്തില്ല, 0-ലാണ് തുടങ്ങുന്നത്. ഓക്കെ ആണോ? അത്രയും ഫസ്റ്റ് പേജ് ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമുക്കപ്പോൾ ഇനി അടുത്ത ഇനി ഇതൊരു മോഡലാണ് കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡെസിമലിനെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റി, ഫ്രാക്ഷനിലോട്ട് മാറ്റി. പിന്നെ നമുക്കിവിടെ മുതലാണ് നമ്മുടെ ടെസ്റ്റിനെ ചോദിച്ചേക്കുന്നത് എന്താ? ഭിന്നസംഖ്യയെ ഡെസിമലിലോട്ട് മാറ്റുന്നതാണ് ഇപ്പം നമ്മൾ ചെയ്ത കണക്കെല്ലാം കേട്ടോ. സമാധാനത്തെ ഇരുന്ന് ചെയ്യാമെങ്കിലുണ്ടല്ലോ നല്ല മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. മിസ് ചെയ്യല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. ചിലപ്പോൾ ഇനിയും സർക്കിളിനകത്തിലെ കണക്കുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്കോ ബൈസെക്ടറിനകത്തിലെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഈ പാഠം എന്താ ഉപകരിക്കും കേട്ടോ. കാരണം എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദിച്ചേക്കുന്നത് ഇത് മറിച്ച് ദശാംശ രൂപത്തിൽ എഴുതിയ ചില സംഖ്യകളെ നോക്കണം കുഞ്ഞുങ്ങളെ. ദശാംശ രൂപത്തിൽ എഴുതിയ ചില സംഖ്യകളെ 10ന്റെ ഏതെങ്കിലും കൃതി ഛേദമായ ഭിന്നസംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് എനി നമ്പർ ഇൻ ഡെസിമൽസ് ഫോം ക്യാൻ ബി റിട്ടൺ യൂസിങ് ഫാക്ടേഴ്സ് വിത്ത് പവർ ഓഫ് 10 അസ് ഡിനോമിനേറ്റേഴ്സ്. വല്ലോ മനസ്സിലായോ? അത് നമുക്ക് ചെയ്യാം. ചോദ്യം 10ന്റെ കൃതി കേട്ടോ. പവർ ഓഫ് 10 10ന്റെ കൃതി വെച്ച് അത് വേണേൽ നമുക്ക് ഹെഡിങ് കൊടുക്കാം. പവർ ഓഫ് 10 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 10ന്റെ അല്ലേ, 10ന്റെ കൃതി വെച്ച് എഴുതാൻ ഓരോന്നും മനസ്സിലാക്കണം. ഫ്രാക്ഷനെ ഡെസിമലിലോട്ട് മാറ്റി, അതായത് ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയിലോട്ട് മാറ്റി, തിരിച്ച് ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിലോട്ട് മാറ്റി. അപ്പോൾ ആ 2 മോഡലാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഇത് അടുത്തതാണ് പവർ ഓഫ് 10 10ന്റെ കൃതി എഴുതാൻ കേട്ടോ. അപ്പോൾ ഉദാഹരണം അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റിലെ തന്നെ എക്സസൈസ് ചെയ്ത് അങ്ങ് പോവാം. നോക്കിക്കേ, 0.7 നമ്മൾ ചെയ്ത രീതി അനുസരിച്ച് എങ്ങനെ എഴുതാം നോക്കൂ കുഞ്ഞുങ്ങളെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ അല്ലേ? നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണേ. ഏതാണ്ടേ ഞാൻ പറയുക, അത് ഞാനൊന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു വെച്ചേക്കണോ കുഞ്ഞുങ്ങളെ. 4 5 6.237 എന്നൊരു നമ്പർ ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പോയിന്റിൻ്റെ ലെഫ്റ്റിലോട്ട് പോയിന്റിൻ്റെ റൈറ്റിലോട്ടുമാണ് നമ്മൾ നോക്കേണ്ടത്. പോയിന്റിൻ്റെ ലെഫ്റ്റിലോട്ടും പോയിന്റിൻ്റെ റൈറ്റിലോട്ടും. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 6 ones ആണ് കേട്ടോ. 6 ones. 5 എന്ന് പറയുന്നത് 10s ആണ്. ഒറ്റ 10 100 എന്ന് നമ്മൾ മലയാളത്തിൽ ചെല്ലത്തില്ലേ? 1s 10s 100 മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 400 5 10 6 1 അപ്പോൾ 451 എന്ന് നമ്മൾ പറയും. 456 അല്ലേ? 400 5 10 അല്ലേ? 5 10 6 1 456. എന്നാൽ പോയിന്റ് കഴിഞ്ഞുണ്ടല്ലോ ഞങ്ങളെ, പോയിന്റ് കഴിഞ്ഞ് 1s ഇല്ല കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് അവിടെ 1 ഇല്ല. എന്താ അവിടെ? 2 എന്ന് പറയുന്ന അവിടെ 10th ആണ് കേട്ടോ. എന്താ? 10th എല്ലാം ഇന്തടിക്കണം. 10th ഇത്തടിക്കണം കേട്ടോ. 10th അതായത് 2/10 എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. 2/10 എന്നാണ് അതിൻ്റെ അർത്ഥം.
ഒന്ന് പഠിച്ച് വെച്ചേക്കണേ. അപ്പോൾ 3യുടെ വാല്യൂ എന്തുമായിരിക്കും? 300th ആയിരിക്കും കേട്ടോ. അതായത് നമ്മളിപ്പോൾ 1s 10s 100 എന്നല്ലേ ചെല്ലുന്നത്, അത് പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത്. പോയിൻറ്റിൻ്റെ അപ്പുറത്താണെങ്കിൽ 10th, അടുത്തത് 100th. 100 എന്ന് എഴുതിയിട്ട് നമ്മളൊരു ഇത്തൂടി ഇട്ട് കൊടുക്കും. 100th എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്നത് 3/100 ആണ് കേട്ടോ. അടുത്ത 7 1000 എന്ന് എഴുതിയിട്ട് 1000 എന്ന് എഴുതിയിട്ട് ഒരു ഇത്തൂടി ഇട്ട് കൊടുത്താൽ എല്ലാത്തിൻ്റെ അവസാനം TH കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 7/1000 ആണ്. ഇത് 10, ഇത് 100, ഇത് 1000 കേട്ടോ. 2 ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പം നമുക്കിതിനി ഉപകരിക്കും. അതുകൊണ്ട് മനസ്സിലായല്ലോ, പോയിൻറ്റിന് ലെഫ്റ്റും പോയിൻറ്റിന് റൈറ്റും മനസ്സിലാക്കണേ നിങ്ങളെ. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിൽ നോക്കിയേ 0.7 നമുക്കറിയാം എന്താ, പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിനെ എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഏതാണ്? 7 ആണ് അല്ലേ. ബൈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് എഴുതി 7. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ, 10. 10ൻ്റെ കൃതി എന്ന് ചോദിച്ചപ്പം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നേ ഉള്ളൂ. അപ്പം 7/10 ആണ് കിട്ടുന്നത്. 7/10 അതിനൊരു മാറ്റമില്ല. കാരണം എന്താ? 10 അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ 10th. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പോയിന്റ് കഴിഞ്ഞിട്ട് 10th 7/10 കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവർ പറയുകയാണെങ്കിൽ 0.91 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? 0.91 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? നോക്കൂ നിങ്ങളെ, നമ്മൾ സാധാരണ രീതി ചെയ്താൽ എങ്ങനെ പറയും? 91 അതുപോലെ എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 91നെ അതുപോലെ എഴുതുക. ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 0 വരുന്നത് ആരാ? 100. മനസ്സിലായോ? 91 പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതിനെ അതുപോലെ എഴുതി. പിന്നെ ഏതാണ്? 100 ആണ് വന്നത്. നമ്മളോട് 100 കിട്ടിയത് അല്ലേ. ഇവിടെ 10 ആയിരുന്നു. അപ്പോൾ അത് 10ൻ്റെ കൃതി അല്ലേ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ അത് 10. ഇത് നോക്കൂ നിങ്ങൾ, ഇവിടെ 100 ആണ് വന്നിരിക്കുന്നത്. നോക്കിയേ, എത്ര വന്നിരിക്കുന്നത്? 100 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണമെന്നറിയോ? 10ൻ്റെ കൃതിയിലോട്ട് മാറ്റണം. അപ്പോൾ ടെസ്റ്റിൽ അത് ചെയ്തിട്ടിരിക്കുന്ന ഒരു മോഡൽ നിങ്ങൾ നോക്കിയേ. ഈ 91 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നിങ്ങളെ? 90 അല്ലേ +1 അല്ലേ 91 അല്ലേ. അപ്പോൾ ഈ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്നുള്ളതിനെ അത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? 91 അല്ലെ 91 എന്ന് പറയുന്നത് 90/100 1/10 എന്തെങ്കിലും സംശയമുണ്ടോ? 91നെ 90ഉം 1ഉമാണ് 91. നമുക്കിവിടെ മേളിലും താഴെയും 0 വന്നാലേ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ 90/100 +1/100 നമുക്ക് കിട്ടിയത്. നോക്കൂ നിങ്ങൾ, നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിക്കുന്നതാണ്. മുകളിലും താഴെയും 0 വന്നാൽ നമുക്കതിനെ വെട്ടിക്കളയാം. നോക്കിയേ, വെട്ടിക്കളയും. മനസ്സിലായോ? മുകളിലും താഴെയും 0 വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ വെട്ടിക്കളയാമേ. അപ്പോൾ എവിടെ എന്തായിരിക്കും വന്നത്? 9/10 കിട്ടി കേട്ടോ, +1/100 കിട്ടിയെന്ന്. ഇങ്ങനെയാണ് ടെസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അവർ എളുപ്പവഴിക്ക് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? 0 വെട്ടിയത് കണ്ടോ? മനസ്സിലായോ? ഫസ്റ്റ് ഏതാ വന്ന 10, പിന്നെ ഏതാ 100, അടുത്ത ഉണ്ടായിരുന്നെങ്കിൽ 1000, 10,000, ലാക്ക് എന്നും പറഞ്ഞു പോകും. ഒരെണ്ണം കൂടെ നമുക്ക് എഴുതാം. അതെ, 0.671 0.671. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 671 ബൈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പോൾ എത്ര 0? 3 0. ഇതാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേ അപ്പുറത്ത് എഴുതിയതിൻ്റെ പാടുണ്ടല്ലേ, എന്നാലും കാണാൻ പറ്റുന്നില്ലയോ നിങ്ങളെ? 671 ബൈ 1000 എങ്ങനെയാണ് വന്നേ? പോയിന്റ് കഴിഞ്ഞിട്ട് 3 എണ്ണമാണ്. 3 സംഖ്യ ആയതുകൊണ്ട് 3 0 കേട്ടോ. ഒരെണ്ണയുള്ളെങ്കിൽ 10, പോയിന്റ് കഴിഞ്ഞ് 2 എണ്ണമാണെങ്കിൽ 100, പോയിന്റ് കഴിഞ്ഞ് 3 എണ്ണമാണെങ്കിൽ 1000 കേട്ടോ. അതൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. എത്ര? 671. അപ്പോൾ നമ്മളതിനെ എങ്ങനെ എഴുതുമെന്നാണ് നമ്മൾ ഈ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ന് വെച്ചാൽ നീട്ടി എക്സ്പാൻഡ് എന്ന് പറയും കേട്ടോ. എക്സ്പാൻഡഡ് ഫോമാണ് കറക്റ്റ്. ഇത് എക്സ്പാൻഡഡ് ഫോം. അപ്പോൾ എങ്ങനെ എഴുതാം? 671 ആകുമ്പോൾ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 600 അല്ലേ +70 +1 എന്ന് എഴുതാം. 671 അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിയിലെല്ലാം എന്ത് കൊടുക്കാം? ഈ തന്നിരിക്കുന്നത് തന്നെ കൊടുക്കണം കേട്ടോ. 1000. ഈ 1000 തന്നെയാണ്. ഇവിടെ 1000 തന്നെ 1000 ആണ്. ഇവിടെയും 1000 തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇതിനെ നമ്മൾ കൺവേർട്ട് ഇങ്ങോട്ടാക്കി മാറ്റി എന്നിട്ട് 671 നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കേട്ടോ. ടെസ്റ്റിൽ ഇത് ഓരോ മെത്തേഡ് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ മുമ്പത്തെ അങ്ങനെയല്ലല്ലോ, ഇപ്പോഴത്തെ ഇങ്ങനെയല്ലല്ലോ. നമ്മൾ ആൻസർ കറക്റ്റ് ഇതാ കേട്ടോ. എന്ന് വെച്ചാൽ ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് നമ്മൾ മാറ്റി.
ഇനി അതിനെ 10ൻ്റെ കൃതിയിലോട്ട് കണ്ടിത് 10ലല്ലേ തുടങ്ങിയത് 10ൻ്റെ കൃതിയിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും നമ്മൾ ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, നമ്മളിങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനെ താഴെ തന്നത് ഡിനോമിനേറ്റർ അല്ലേ ഛേദത്തിനെ അതുപോലെ എഴുതുക. മുകളിൽ തന്നിരിക്കുന്നതിന് 671 ആയതുകൊണ്ട് 671 അപ്പോൾ 671 അല്ലേ 671. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ഞാൻ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ 2 വട്ടം എഴുതുന്നത്. കാരണം ഈ വെട്ടിക്കളയുമ്പോൾ ഏതൊക്കെയാണ് വെട്ടുന്നതെന്ന് അറിയണ്ടേ. അതുകൊണ്ടാണ് ഇത് ഒന്നും കൂടി എഴുതുന്നത്. നിങ്ങളത് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇത് തന്നെ ഞാൻ ഇന്ന് എഴുതുക. നോക്കിയേ, മുകളിലും താഴെയും 0, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ചാടിക്കയറി വെട്ടല്ലേ, മുകളിൽ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ അനുസരിച്ചേ താഴെ വെട്ടാവും. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 6/10 കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത് നോക്കിയേ, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എത്രയ്ക്കാണ് കിട്ടി? നമുക്ക് 6/10 കിട്ടി, പ്ലസ് 7/100 കിട്ടി. നമുക്കൊന്ന് ചിന്തിച്ചാൽ ഉണ്ടല്ലോ, എളുപ്പമുള്ളതാണ് കേട്ടോ. 1000 കിട്ടി. ഇങ്ങനെ എഴുതാനാണ് നമുക്ക് 10ൻ്റെ കൃതി അല്ലേ, 10ൻ്റെ കൃതി അല്ലേ, പവർ ഓഫ് 10 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം എഴുതാൻ കേട്ടോ. അതായത് നോക്കിയേ, ഫസ്റ്റ് 10, 6/10, 10, 100, 1000, 10, 100, 1000. പിടികിട്ടിയോ? എളുപ്പമല്ലേ? ഇതാണ് ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിൽ ചെയ്തിരിക്കുന്നത് അങ്ങ് പറയോ കേട്ടോ. എക്സർസൈസിലോട്ടൊന്നും നമ്മൾ കയറിയിട്ടില്ല. ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ. മേളിലും താഴെയും 0 വന്നാൽ വെട്ടുക. മനസ്സമാധാനത്തെ സമാധാനത്തെ ഇരുന്ന് കണക്ക് പഠിക്കാമെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലോ, ഈ 10 ചാപ്റ്ററിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. മാർക്ക് മേടിക്കാൻ പറ്റിയ എനിക്കൊന്ന് 4-5 മാർക്കേ ഉള്ളൂ ഈ ഡെസിമലിന് കേട്ടോ. എന്നാലും ഉള്ളത് കളയല്ലേ കേട്ടോ. അടുത്തത്, അപ്പോൾ അവർ ചോദിക്കുവാന്നേ, നിങ്ങൾ 0.03 എന്നെഴുതുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കുമെന്ന്. 0.03 എന്ന് എഴുതിയാൽ അർത്ഥം എന്താ? ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം കുഞ്ഞുങ്ങളെ? നോക്കിയേ, നമ്മൾ നോർമലി നോക്കിയേ, ഇതിനെ എങ്ങനെ എഴുതാം? 0.03 പോയിന്റ് കഴിഞ്ഞിട്ട് 2 എണ്ണം ഉണ്ടല്ലേ, പക്ഷേ ഇവിടെ എന്താ 3 മാത്രമേ ഉള്ളൂ, 0 എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ 3 പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2 ഇതാണ് സംഭവം. കറക്റ്റ് ആൻസർ പറയുമ്പോൾ ഇതാ 3/100 വരുന്നത്. പക്ഷേ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോഴേ എങ്ങനെ എഴുതുമെന്ന് നോക്കിയേ. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇവിടെ ഫസ്റ്റ് എന്താ വന്നത്? 0 അല്ലേ. 0 എന്ന് വെച്ചാൽ എന്താ? 10th അല്ലേ. പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് 10th ആണ്. 10th മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. എങ്ങനെയാ? അപ്പം 47.68 അല്ലേ. പോയിന്റിന് മുമ്പേ പോയിന്റ് കഴിഞ്ഞു. ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് 10th എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 6/10 എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? 8/100 ആണ്. ഇനി ഇവിടെ ഒരു 9 ഇതുകൂടെ ഉണ്ട്. അപ്പോൾ എന്താ? 9/1000. ഇവിടെ ഓരോ 0 കൂടിക്കൊണ്ടേയിരിക്കുകയാണ് പോയിന്റ് കഴിയുമ്പോൾ അങ്ങോട്ട് ഓരോ സംഖ്യ പോകുമ്പോഴും ഓരോ 0 കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഫസ്റ്റ് എന്തിലാണ് തുടങ്ങുന്നത്? 10ൽ പ്ലസ് 3/100. കണ്ടോ? മനസ്സിലായോ? 3/100 അതിൻ്റെ അർത്ഥം എന്താ? 0/10 എന്ന് വെച്ചാൽ 0 ആവും നിങ്ങളെ. അപ്പോൾ ഇവിടെ ആരാ? 3/100 തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ടെസ്റ്റിലെ ഓരോ കണക്കും ചെയ്തു പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എക്സസൈസൊക്കെ ഇപ്പുറത്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊരു വലിയ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കളയണ്ടാവും നിങ്ങളെ, നമുക്ക് അതും ചെയ്യാം. നോക്ക്, അങ്ങനെയാണെങ്കിൽ 0.0203 എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന്. 0.0203 ഒന്നും പേടിക്കണ്ട കേട്ടോ. ഇനി മുതൽ നമുക്ക് സ്പീഡ് ചെയ്യാം. കാരണം എന്താ? നമ്മളിത് പഠിച്ചു. നോക്കൂ നിങ്ങളിവിടെ 0 എന്താ? 0.10 അല്ലേ. പ്ലസ് അടുത്ത ഏതാ? 2 അല്ലേ. 2 എന്ന് പറയുന്നത് എന്താ? 2/100. ഇവിടെ 10 ഇവിടെ എന്താ? 100 അല്ലേ. ഇല്ലേ, എളുപ്പമല്ലേ. പ്ലസ് അടുത്ത ഏതാ? 0/10 100 1000. പ്ലസ് അടുത്ത ആരാ? 3 ഇവിടെ 1000 ആണെങ്കിൽ ഇവിടെ 10000. ഇത്രയേ ഉള്ളൂ. കണ്ടോ? എളുപ്പമല്ലേ. ഇനി നമുക്ക് വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടാം. എന്താ? ഇവിടെ നോക്കിയേ, 0/10 എപ്പം നിങ്ങൾ മുകളിൽ 0 വരുന്നോ കേട്ടോ, അതെന്ത് ചെയ്യുക? വെട്ടാം കേട്ടോ. മേളിൽ 0 ഏതൊരു സംഖ്യയെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്താ നിങ്ങളെ? 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വെട്ടാം. അപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ട്? 2/100 പ്ലസ് 3/10,000 ഇവിടെ ഉള്ളത്. ഇനി മുതൽ നിങ്ങളൊന്ന് നോക്കണേ.
ഇനി മുതലൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? 0 മേളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വേണ്ട, അത് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ വിട്ടാം. ഇനി അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 2/100, 3/10,000 എന്ന് എഴുതിയാലും ശരിയാ. ഒന്നും അത് എന്ത് ചെയ്യുന്ന നിങ്ങൾക്കൊരു ചോദ്യം വരത്തില്ല. ഇതെവിടെ പോയി, ഇത് ഇത്രയും കിടക്കുമ്പോൾ അതെവിടെ പോയി എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതവിടെ ഇങ്ങനെ വെട്ടി കാണിച്ചത് കേട്ടോ. അപ്പം നമുക്ക് ഏതാ ഇത് രണ്ടും അല്ലേ പിന്നെ വേണ്ടുന്നത്? ഓക്കെ ആണോ? അപ്പം നോക്കിയേ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ 2/100 ആണ് അല്ലേ, ഇവിടെ 10,000 ആണ്. ഇവിടെ 2/100 ആണ്, ഇവിടെ 3/10,000 ആണ്. അതായത് ഇവിടുത്തെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ, ഇതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് അറിയാമല്ലോ അല്ലേ, ഡിനോമിനേറ്റർ, ഇതിൻ്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് അല്ലേ? നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം എന്താണ്? ഒരുപോലെ കൊണ്ടുവന്നു. പക്ഷെ ഇവിടെ നോക്കിയേ, 10 ഇല്ല, 100 ഉണ്ട്, 1000 ഇല്ല. 1000 ഉണ്ടോ നോക്കിയേ, ഇല്ല ഇല്ലേ. പിന്നെ ഏതാ? 10,000 ആണ്. അപ്പം നമുക്ക് ഇതിനെ എന്ത് ചെയ്യുന്നറിയോ? ഡിനോമിനേറ്റർ നമുക്കങ്ങ് ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുവരാം. ഡിനോമിനേറ്റർ ഒരുപോലെ കൊണ്ടുവരാം. അതായത് ഇവിടെ എന്താ ഈ 2 പറയുന്നത് എന്താണെന്ന് ഒന്നും കൂടെ എഴുതിയേക്കണേ. 2/100 എന്നല്ലേ? 2/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 200 ആണ് കേട്ടോ. ഞാനത് എഴുതാൻ മറന്നു പോയി നിങ്ങൾ കേട്ടോ. അതായത് നോക്കിയേ, 1s 10s 100, 2 എന്ന് പറയുന്നത് 100 ആണ് കേട്ടോ. എഴുതാൻ മറന്നു പോയതാണേ, ഓർത്തോണേ. 2/100 കേട്ടോ. 2/100 അതിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വരുന്നതേ ഉള്ളൂ. ശരിയാ. അപ്പോൾ ഇത്രയും ഒരു മാറ്റമില്ല കുഞ്ഞുങ്ങൾ. അത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞ വായിച്ച് കളഞ്ഞാൽ 2/100 ആണ്, 3/10,000 നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അതായത് ഇവിടെ 100ഉം ഇവിടെ 10,000 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? ഇതിനെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒരുപോലെ കൊണ്ടുവരിക. അതായത് വലിയത് ഏതാണോ അതിലോട്ട് മാറ്റണം. വലുത് ഇവിടെ 10,000 അല്ലേ, 100ഉമാണ് 10,000 ആണ്. ഈ 100നെ നമുക്ക് എന്താക്കണം കുഞ്ഞുങ്ങളെ? 10,000 ആക്കണം. അപ്പോൾ എന്താ? ഓൾറെഡി ഇവിടെ 2 0 ഉണ്ട് അല്ലേ? ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ എത്ര 0 ഉണ്ട്? 4 0 ഉണ്ട്. അപ്പം 2 0 കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. അതായത് 100 × 100 ആണ് 10,000. അപ്പം ആ 100 എന്ത് ചെയ്യണം? മേളിലും ഇട്ട് കൊടുക്കണം. നമ്മൾ താഴെ എന്താണോ ഇട്ട് കൊടുത്തത് അത് മുകളിലും ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും സംശയമുണ്ടോ? ഉള്ളതൂടെ പോയോ? ഇതുവരെ ഉള്ളതൊക്കെ പോയോ? എന്തെങ്കിലും ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇവിടെ 2/100, 2/100 ആണ്. ഇവിടെ 3/10,000 ആണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിൻ്റെ നോക്കിയേ, ഛേദം ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ എന്താ ഒരുപോലെ ആക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. 1000 ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് അല്ലേ, 1000 വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇതിനെ ഒരുപോലെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയോ? വലിയ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ വലിയ ഛേദം ഏതാന്ന് വെച്ചാൽ അത്രയും ഈ ചെറിയ ഛേദത്തിനെ ആക്കണം. മനസ്സിലായോ? അപ്പോൾ എന്താ? 100 ആണ് ഇവിടെ, 10,000 ആക്കണമെന്നുണ്ടെങ്കിൽ 2 0 കൂടി ഇട്ട് കൊടുക്കണം. അതായത് 100 കൂടി ഇട്ട് കൊടുക്കണം. അവിടെ എത്രയാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ മേലിലും ഇട്ട് കൊടുക്കണം. പ്ലസ് 3/10,000, മറ്റേ ഇത് തന്നെ കേട്ടോ, ഇത് തന്നെ 10,000. അപ്പം 2 × 100 എത്ര കുഞ്ഞുങ്ങളെ? 200/10,000 ആക്കി. അതായത് 100 × 100 10,000 പ്ലസ് 3/10,000 കേട്ടോ. 10,000 = 200 + 3 203/10,000. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ആദ്യമായിട്ടായതുകൊണ്ട് ചെറിയ ഡൗട്ട് കാണും. അത് ഞാൻ ഒന്നും കൂടെ പറയാം കുഞ്ഞുങ്ങളെ. ഇത് നമ്മുടെ ഡെസിമലിൻ്റെ ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. കാണുമ്പോൾ ഇത്രയേ ഉള്ളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ ആദ്യത്തെ 10, 100, 100, 1000, 10,000 എന്നിങ്ങനെ എഴുതുക. എന്നിട്ട് 0 വരുന്നുണ്ടെങ്കിൽ അങ്ങ് വെട്ടിക്കളഞ്ഞേരെ ബാക്കിയുള്ളത് എടുത്ത് എഴുതുക. ബാക്കിയുള്ളത് എഴുതി വെച്ചപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം വ്യത്യാസമുണ്ട്. അപ്പോൾ ചെറുതിനെ നമ്മൾ എന്ത് ചെയ്യുക? വലുതിലോട്ട് മാറ്റുക. ഇവിടെ 100 ആണ്, അതിൻ്റെ കൂടെ 100 കൂടെ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 10,000 കിട്ടി കേട്ടോ. 100ൻ്റെ കൂടെ 100 കൂടി ഇൻറ്റു ചെയ്തപ്പോൾ 10,000 കിട്ടി. അപ്പോൾ 2 അത് എത്രയാണോ കൊടുക്കുന്നത് അത് രണ്ടിടത്തും കൊടുക്കണം കേട്ടോ. താഴെ മാത്രമല്ല മുകളിലും കൊടുക്കണം. അപ്പോൾ 2 × 100 200 ഇത് എന്നിട്ട് കൂട്ടുമ്പോൾ 203 203. ഓക്കെ ആണോ? നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഓക്കെ നിങ്ങൾ നമുക്ക് നോക്കിയേ, പേജ് നമ്പർ 164 ചുവടെ ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെല്ലാം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ റൈറ്റ് ഇൻ ഫ്രാക്ഷണൽ ഫോംസ് ദ നമ്പർ ഗിവൺ ഇൻ ഡെസിമൽ ഫോം ബിലോ. ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഉണ്ട്, എഴുതിയെടുക്കണേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മളോടിപ്പോൾ ചോദിച്ചത് എന്താ? 0.1 അല്ലേ? 0.1 കുഞ്ഞുങ്ങളെ നമ്മളോട് ഒന്നാമത് ചോദിച്ചത്. നമുക്കതറിയാം. പോയിന്റ് കഴിഞ്ഞിട്ട് എന്താ? അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് വരുന്നോ അത് എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണമല്ലേ ഉള്ളൂ. ഈ ഒരെണ്ണം വരുന്ന എന്തോത്തിനാ? 10. അത് ഓൾറെഡി നമുക്കറിയാം അല്ലേ? നമുക്കിപ്പോൾ ഇതേലെ ഏത് കണക്ക് തന്നാലും ചെയ്യാനറിയാം.
അറിയത്തില്ലയോ? അറിയത്തില്ലെന്ന് പറയല്ലേ കേട്ടോ, കാരണം അറിയാം, നമ്മൾ കുറേ ചെയ്തില്ലേ. ഓക്കെ, അടുത്ത രണ്ടാമത്തത് 0.01. 0.01 അല്ലേ, നമുക്കറിയത്തില്ലേ, എൻ്റെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 0, അപ്പോൾ എന്താ 0/10 പ്ലസ് അടുത്ത ഏതാ 1/100. കണ്ടോ, 0/10ഉം 1/100. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0/1 എവിടെ വന്നാലും നമുക്കതിനെ എടുക്കണ്ട കേട്ടോ, അതിനെ എടുക്കണ്ട. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ നിങ്ങളിവിടെ 1/100 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെന്താ 1/100 എന്ന് മാത്രം എഴുതിയാൽ മതി. 0/10 എന്ന് ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ 0/10 0/100 0 എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ അതൊന്നും നോക്കണ്ട, അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. എന്ത് ചെയ്യുക, എഴുതിയിട്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. ബാക്കി ഇവിടെ ആരെയുള്ളൂ, ഇത് വെട്ടിപ്പോയി, പിന്നെ ഇവിടെ ആരെയുള്ളൂ 1/100. ഓക്കെ ആണോ? അടുത്തത് 0.11 എന്നാവും നിങ്ങൾ കേട്ടോ. ഇനിയുള്ളതൊന്ന് നോക്കണേ, 0.11 എന്നാണ്. അപ്പം നമ്മൾ നോക്കിയേ, പോയിൻ്റ് കഴിഞ്ഞിട്ട് 1, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം 1/10. ഫസ്റ്റ് 10th ആണല്ലോ അല്ലേ, പോയിൻ്റ് കഴിഞ്ഞ് ആദ്യം വരുന്ന എന്താ 10th, ഇടണ പ്ലസ് അടുത്ത ഏതാ 1/10 കഴിഞ്ഞാൽ അടുത്ത എന്തോ 100. 1/10 എന്ന് വെച്ചാൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത് 10, പിന്നെ 100 അല്ലേ, 1/10 എന്ന് വെച്ചാൽ എന്താ 10th 100th അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങളിവിടെ 1/10ഉം 1/100ഉം നോക്കിയേ. ഡിനോമിനേറ്റർ ഒന്ന് നോക്കിയേ നിങ്ങൾ, മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ചിട്ട് ഡിനോമിനേറ്റർ ഒന്ന് നോക്കൂ നിങ്ങളെ. ഇവിടെ 10ആണ്, ഇവിടെ 100ആണ്. അപ്പം നമുക്കതിനെ ഒരുപോലെ ആക്കാം. ഒരുപോലെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, നമ്മൾ ചെറുതിനെ വലുതാക്കണം. അപ്പോൾ ചെറുത് ആരാ, ഇവിടുത്തെ 10ആണ്. 10നെ 100 ആക്കാം. എന്ത് ചെയ്യണം, 10നെ 100 ആക്കാൻ എളുപ്പവഴി എന്തോന്നറിയോ, ഇവിടെ എത്ര പൂജ്യമുണ്ട്, ഇവിടെ എത്ര പൂജ്യമുണ്ട്. ഇത് ഒരു പൂജ്യമല്ല ഉള്ളോ, 2 പൂജ്യം ആക്കണ്ടേ. അപ്പോൾ എന്താ, ഒരു പൂജ്യവും കൂടെ വരുന്നത് എന്തോത്തിനാ, 10ന് അല്ലേ. ഇവിടെ ഒരു പൂജ്യം, ഇവിടെ 2 പൂജ്യം. അപ്പോൾ ഈ ഒരു പൂജ്യത്തിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ വന്നാൽ പോരെ. ഈ ഒരെണ്ണം വരുന്ന ഏതാ 10. 10 × 10 അല്ലേ 100. എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം കേട്ടോ. 10. അപ്പോൾ ഈ താഴെ 10 ആണെങ്കിൽ നമ്മൾ എന്താ, മേളിലും 10 ഇട്ട് കൊടുക്കണം. പ്ലസ് ഈ തന്നിരിക്കുന്ന 1/100. ചെറുതിനെ നമ്മൾ വലുതാക്കാൻ വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത് കേട്ടോ. ചെറിയ സംഖ്യയെ അതായത് 10 ആയിരുന്നു, 10നെ നമ്മൾ 100ലോട്ട് മാറ്റി. അപ്പോൾ നോക്കൂ നിങ്ങളെ, 1/10 എന്ന് വെച്ചാൽ 10/100 × 100 10 × 10 100 പ്ലസ് 1/100. നോക്കിയേ, ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെയായി. ഇനി എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്, കൂട്ടാനാണ്. 10ഉം 1ഉം 11/ ഡിനോമിനേറ്റർ അതുപോലെ എഴുതി വെക്കുക. അതുപോലെ എന്ന് വെച്ചാൽ 100, 11/100. എളുപ്പമാണ് മാർഗ്ഗം മേടിക്കുന്നത് കേട്ടോ, നിസ്സാരമായിട്ട് കരുതല്ലേ എൻ്റെ പൊന്നുമക്കളെ. ബാക്കിയുള്ള ചാപ്റ്റർ പോലെയല്ല, ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. അടുത്തത് നാലാമത്തെ ചോദ്യം 0.101. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നോക്കിയേ, ആദ്യത്തെ 1 ആണ്, പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളതാണേ 1 ആണ്. അപ്പോൾ 1/10 ആണ്. പിന്നെ 0/100 ആണ്. പ്ലസ് അടുത്ത 1/1000 ആണ്. പൂജ്യത്തിൻ്റെ എണ്ണം ഓരോന്ന് കൂട്ടി കൊടുത്താൽ മതി. അത് കഴിഞ്ഞു, നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചോണം, 0 മേളിൽ വരികയാണെങ്കിൽ വേണ്ട. പിന്നെ ഇവിടെ ആരെയുള്ളൂ, 1/10ഉം ആരാ 1/1000ഉമാണ് ഉള്ളത്. ആരെയുള്ളൂ, 1/10ഉം 1/1000ഉമാണ് ഉള്ളത്. ചെറുതാരാ 1/10. ചെറുതിനെ വലുതാക്കണ്ടേ. ചെറുതെ ഇവിടെ ഒരു പൂജ്യമേ ഉള്ളൂ, ഇവിടെ 3 പൂജ്യമുണ്ട്. അപ്പോൾ 2 പൂജ്യവും കൂടെ ഉണ്ടെങ്കിലല്ലേ ഇതും 3 പൂജ്യം ആവത്തുള്ളൂ. അങ്ങനെയും ചിന്തിക്കുക കേട്ടോ. ഇതൊക്കെ എളുപ്പവഴിയാണ് നിങ്ങളെ. കാരണം 1/10 ആണ്, ഇവിടെ 1000 ആണ്. 10ൻ്റെ കൂടെ എത്ര, 2 പൂജ്യം കൂടെ അല്ലേ. അപ്പോൾ എത്ര, 100. ആ 100 തന്നെ നമ്മൾ മേളിയിട്ട് കൊടുക്കണം. താഴെ എത്ര ആണോ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഞാൻ ഈ പറയുന്നതിൽ? എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊരു ടെൻഷൻ കേട്ടോ. അതായത് നമുക്ക് ഇതൊക്കെ ഡൗട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? 0 വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയുക. ബാക്കി അതൊക്കെ ഡിനോമിനേറ്റർ 10ഉം 100ഉമാണ്, അല്ല 1000ഉമാണ്. 10ഉം 1000 അല്ലേ, 10ഉം 1000ഉമാണ്. അപ്പോൾ ചെറുതിനെ വലുതാക്കണം. ഇവിടെ ഒരു പൂജ്യമാണ്, ഇവിടെ 3 പൂജ്യമാണ്. അപ്പോൾ നോക്കിയാൽ ആ ഒരു പൂജ്യത്തിൻ്റെ കൂടെ 2 പൂജ്യം വരുന്ന എന്തിനാ, 100 കേട്ടോ. ആ 100 തന്നെ മേളിൽ കൊടുക്കുക. പ്ലസ് 1/1000. അപ്പോൾ നോക്കിയേ, 1 × 100 100/10 × 100 1000 പ്ലസ് 1/1000 ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ ഒരുപോലെ, ഇവിടെയും 1000 ആണ്, ഇവിടെയും 1000 ആണ്. അപ്പോൾ എത്ര, 100 1 101 ആവും നിങ്ങളെ,
1000. താഴെ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. അതിനെ കൂട്ടാനാണെങ്കിൽ കൂട്ടി വെക്കുക, കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് വെക്കുക. ഇനി നമ്മളോട് കുറയ്ക്കാനാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യുക? കുറച്ച് വെക്കുക കേട്ടോ. ഇവിടെ വരെ ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റിൽ കുറയ്ക്കാൻ നമ്മളോട് പറഞ്ഞാൽ കുറച്ച് വെച്ചോണം കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് കുറയ്ക്കാൻ ചോദിച്ചപ്പോൾ ഞങ്ങളെ അത് പഠിപ്പിച്ചില്ല, അറിയത്തില്ല എന്ന് പറയല്ലേ. ഓക്കെ, അതിൻ്റെ ലാസ്റ്റിലത്തെ ഒരു നോടുണ്ടോ നിങ്ങൾ നോക്കിയേ, 0.0101. നോക്കാം, നമ്മൾ ആ പറഞ്ഞ രീതി തന്നെ പോയിൻ്റ് കഴിഞ്ഞിട്ട് നോക്കിയേ 0/10 പ്ലസ് അടുത്ത രണ്ടാമത്തെ 1/, ഒരു 0 കൂടെ 100 പ്ലസ് അടുത്തത് 0/1000, ഒരു 0, 2 0, 3 0, അടുത്ത ഒരെണ്ണം 1/40. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ, ചില പിള്ളേർ എൻ്റെ ക്ലാസ് കണ്ട് മാത്രമാണ് നല്ല മാർക്ക് കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊട്ടും കുറയ്ക്കേണ്ട കേട്ടോ. നമ്മുടെ പിള്ളേർ വേറെ ലെവൽ അല്ലേ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 0/10, 0 മുകളിൽ വന്നാൽ വെട്ടിക്കളഞ്ഞോ കേട്ടോ. അപ്പോൾ പിന്നെ ആരേ ഉള്ളൂ? 1/100 ഉണ്ട് പ്ലസ് 1/1000 ഉണ്ട്. ചെറുതാരാ ഇതിനകത്തിലെ? ഇതാണ്. അതിനെ വലുതാക്കാൻ എത്ര 0 കൂടെ വേണം? ഒരു 0 കൂടെ അല്ലേ, ഒരു 0 കൂടെ. അപ്പം നമ്മൾ ഒരു 0 ആണോ ഇട്ട് കൊടുക്കുന്നത്? അല്ല, ഒരു 0 വരുന്ന ആരാ? 10 കേട്ടോ. ഒരു 0 എന്ന് വെക്കുമ്പോൾ നമ്മൾ ചാടി കയറി 0 ഇട്ട് വെക്കല്ലേ. 1/1000. അപ്പോൾ നോക്കൂ നിങ്ങളെ, 1 × 10, 1 × 10 ഇവിടെ 100 അല്ലേ? എത്ര സംഖ്യ ഉണ്ടായിരുന്നു? അതാണ്ട് ഇവിടെ 1 2 3 4, ഇവിടെ 4 0 ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അയ്യോ, ഇവിടെ 4 0 ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരണം? 4 0. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഈ 0ൻ്റെ എണ്ണം വെച്ച് നോക്കിക്കോണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 1 2 3 4 0. അപ്പോൾ ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര 0 ഉണ്ട്? 4 0 ഉണ്ട്. ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ 2ഉമാണ് 4. അപ്പോൾ ഇവിടെ എത്ര വരും? 100 ആണ് കേട്ടോ. 1 × 100, 100/100. എത്ര 0 ഉണ്ടോ അത് പറക്കി നിങ്ങളങ്ങ് അടിക്കിയാൽ മതി. എന്തോ ഇത്ര പാടെന്തോ? എത്ര 0 ഉണ്ട്? 1 2 3 4, 3 4 പ്ലസ് 1/, അവിടെയുണ്ട് അതേപോലെ 4 0 അല്ലേ. അപ്പോൾ എന്താ? ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നില്ലേ? ഛേദം ഒരുപോലെ വന്നാൽ 100 + 1 101/10,000. 4 0 എന്ന് വെച്ചാൽ 10,000 ആവും നിങ്ങൾ കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഇത് മതി. എൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, നമുക്ക് പാർട്ട് 2 ഇടാം. ഓക്കെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. നമ്മുടെ ചാപ്റ്റർ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പം ഓക്കെ നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്തോ. നമുക്കപ്പോൾ അടുത്ത ഇത് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.